എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Three of Wands, Five of Wands, Fool card, Five of Swords, King of Wands, Star card. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 3 of Wands and King of Wands എനർജിയാണ്. അവസരങ്ങൾ ഒത്തിരി നിങ്ങളെ തേടി വരുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ആ അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ആ അവസരങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് നിങ്ങൾക്കുള്ള അവസരമാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം പലപ്പോഴും നമ്മുടെ മുമ്പിലൂടെ അവസരങ്ങൾ പോകുന്നത്, നമുക്ക് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം പലതും നേടാതെ പോകുന്നതിനൊരു കാര്യം നമ്മുടെ മുമ്പിലൂടെ പോകുന്ന അവസരങ്ങൾ നമുക്കുള്ള അവസരങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാതിരിക്കുക എന്നതിലൂടെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ണുകൾ തുറന്ന് വയ്ക്കുക എന്ന് പറയും. നമ്മൾ കണ്ണ് തുറന്ന് ഇരിക്കുക എന്ന് പറയുമ്പോൾ പലരും നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ണ് തുറന്ന് തന്നെയാണ് എല്ലാവരും നടക്കുന്നത്, അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ കണ്ണ് തുറന്നാണ് നടക്കുന്നതെങ്കിലും പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പല കാര്യങ്ങളും ടെൻഷനുകളും ഒക്കെ ആയിട്ടായിരിക്കും പലരുടെയും ലൈഫിൽ പല തരത്തിലുള്ള സ്ട്രെസ്സ് കാര്യങ്ങളുണ്ട്. ചില ആളുകൾ അമിതമായിട്ട് സ്ട്രെസ് അടിക്കും, മറ്റുള്ളവർ ടെൻഷൻ അടിക്കുന്നുണ്ടാവില്ല. പലർക്കും ചുരുക്കം ചില ആളുകൾക്ക് അത് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ മെച്യൂറായിട്ട് കൈകാര്യം ചെയ്യാനും പറ്റുന്നുണ്ടാവും. പക്ഷേ പൊതുവെ അങ്ങനെ ടെൻഷനൊക്കെ ആയിട്ട് പല കാര്യങ്ങൾ ചിന്തിച്ച് നടക്കുന്നവർ മുമ്പിലുള്ള അവസരങ്ങൾ കാണാതെ പോകും. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, ഇങ്ങനെ റോഡിലൂടെ നടക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി വെച്ചിട്ടോ എന്തെങ്കിലും ഉണ്ടാവാം. പക്ഷെ നിങ്ങളത് കണ്ടിട്ടുണ്ടാവില്ല. പിന്നീട് ആരെങ്കിലും പറയുമ്പോഴായിരിക്കും അങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുന്നത്. ചിലപ്പോൾ വഴിയെ പോകുന്ന ആളുകളെ വരെ ശ്രദ്ധിക്കാതെ പോകുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ അതായത് നിങ്ങൾക്ക് ചുറ്റുപാടും എന്താണ് നടക്കുന്നത്, നിങ്ങളുടെ സറൗണ്ടിങ്സിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് ഈ അവസരങ്ങൾ നിങ്ങൾ കണ്ടെത്തുന്നത്. ഇപ്പോൾ ചുറ്റുപാടുമുള്ള ആളുകൾ സംസാരിക്കുന്നതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ എവിടെയാണോ ഉള്ളത്, നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലാണോ ആ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കുക. ചുറ്റുമുള്ള ആളുകൾ പറയുന്നത്, നിങ്ങൾ കാണുന്ന കാഴ്ചകൾ, ഇതൊക്കെ മനസ്സ് തുറന്ന് കാണുക. അല്ലാത്ത പക്ഷം ഈ അവസരങ്ങളൊന്നും നിങ്ങളിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജാണ്. അത് നിങ്ങൾ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് അവസരങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുള്ളൂ. കാരണം ഇവിടെ ചില ആളുകൾ, നിങ്ങൾ ജോലി സ്ഥലത്താണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ജോലി സാഹചര്യം, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും നിങ്ങൾ ട്രെയിനിൽ പോകുമ്പോൾ ആരെങ്കിലും പറയുന്നതായിരിക്കാം, നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു പള്ളി പെരുന്നാൾ അല്ലെങ്കിൽ അമ്പലത്തിലൊരു ഉത്സവത്തിന് അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലുമൊക്കെ കേൾക്കുന്ന കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചില ആളുകളെ സംബന്ധിച്ച് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ വലിയ വലിയ കാര്യങ്ങളായിരിക്കും കേൾക്കുന്നത്. പക്ഷേ അത് കേൾക്കുമ്പോൾ തന്നെ അയ്യോ ഇത് എനിക്ക് പറ്റിയതല്ല എന്ന് ആദ്യമേ ചിന്തിക്കാൻ തുടങ്ങും. അതൊരു നെഗറ്റീവ് തോട്ടാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കേട്ടാൽ അത് നിങ്ങൾക്ക് പറ്റില്ല എന്ന് ആദ്യമേ തന്നെ തീരുമാനിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ, അതായത് നിങ്ങൾക്ക് ആഗ്രഹമുള്ള മേഖലയാണെങ്കിൽ അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുക. കോൺഫിഡൻസ് ഇല്ലായ്മ ഇവിടെ ഉണ്ട് ചില ആളുകൾക്ക്. അപ്പോൾ അവസരങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും അതിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ ഭയക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ സ്വയം ഒരു ലോ കോൺഫിഡൻസ് ആയതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് മുന്നോട്ടേക്ക് പോകുന്നില്ല, നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ മറികടന്നിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ നമ്മൾ പറയും രാജയോഗമൊക്കെ കാണുന്ന ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. വലിയ പൊസിഷനിലേക്കൊക്കെ എത്താനുള്ള അവസരമുണ്ട്. അപ്പോൾ അതിനാദ്യം ചെയ്യണമെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു അവസരം കണ്ടാൽ അതിന് അപ്ലൈ ചെയ്യുക. ജോലിയാണെങ്കിൽ അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂവിന് വന്നാൽ ഇൻ്റർവ്യൂവിന് പോവുക. അത് ഒരു ആത്മവിശ്വാസത്തോടു കൂടി പോവുക. ഇത്രയൊക്കെ കാര്യങ്ങളിലൂടെ മുന്നോട്ടേക്ക് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ജോലിയിൽ വളരെ ഹയർ പൊസിഷനിൽ എത്താനുള്ള സിറ്റുവേഷൻ ഉണ്ട്. മാനേജറൽ പൊസിഷനിൽ ഉയർന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്ന സിറ്റുവേഷനാണ്. അതേപോലെ തന്നെ 5 of Wands and 5 of Swords എനർജിയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത്
ഒത്തിരി ചലഞ്ചസ് ഉണ്ടാവാം ജീവിതത്തിൽ. അതിനർത്ഥം ആ ചലഞ്ച് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നു എന്നുള്ളതല്ല. നിങ്ങളെ വളരെ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ്, ഒരു ലെസൺ, ഒരു പാഠം മുന്നോട്ടേക്ക് പോകുമ്പോൾ ജീവിതത്തിൽ ഇതിനേക്കാൾ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സാഹചര്യം വരുമ്പോൾ അതിനെ എങ്ങനെ അതിജീവിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്കപ്പോൾ ഓൾറെഡി നിങ്ങൾക്കൊരു പാഠം ഇപ്പോൾ തന്നെ ഉൾക്കൊണ്ട് മുന്നോട്ടേക്ക് വരുന്ന സാഹചര്യങ്ങൾ അതിജീവിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു സാഹചര്യമാണ് ഇതെന്നുള്ളത് കൂടിയിട്ട് നിങ്ങൾ ഓർക്കുക. അതേപോലെ തന്നെ ഹെവി കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളെ പുറകോട്ടേക്ക് നയിക്കുന്ന ഒന്നല്ല. നമ്മളൊരു കാര്യത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് പെട്ടെന്ന് കയറിപ്പോകുമ്പോൾ നമ്മൾ കയറിപ്പോകുന്ന കാര്യത്തിൽ ഒരു വിലയുണ്ടാവില്ല. പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവരെക്കാൾ അല്ലെങ്കിൽ പൊരുതി ജയിക്കുന്ന വിജയത്തിനാണ് മാധുര്യം കൂടുതൽ എന്നുള്ളൊരു സിറ്റുവേഷൻ പോലെ തന്നെ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം 5 of Cups സോർട്സ് എനർജിയാണ്. നിങ്ങൾക്ക് എതിരായിട്ട് പലരും പ്രവർത്തിക്കുന്നവരൊക്കെ നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ മുന്നേറുന്ന സമയമാണ്. ഒരാൾ വിചാരിച്ചാൽ മാത്രം ആ ഒരാൾ നിങ്ങളാണ് എന്നുള്ളതാണ്. കാരണം ഫൂൾ കാർഡ് ആൻഡ് കിങ് ഓഫ് ഫോൺസ് എനർജിയാണ്. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൈഫിൽ മുന്നേറാനുള്ള അവസരമുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം നിങ്ങൾ പ്രയത്നിക്കും, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയാൽ വിജയസാധ്യതകൾ ഏറി നിൽക്കുന്നുണ്ട്. മത്സര പരീക്ഷകൾ, അതായത് ഏത് തരത്തിലുള്ള പരീക്ഷകളും വിജയസാധ്യതകൾ ഏറി നിൽക്കുന്നുണ്ട്. നിങ്ങൾ അതിനനുസരിച്ചിട്ട് അതിന് പ്രാധാന്യം കൊടുത്ത് മുന്നേറുകയാണെങ്കിൽ. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സ്കോളർഷിപ്പ് പോലെയുള്ള കാര്യങ്ങളായിരിക്കാം. പഠനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കോമ്പറ്റീഷൻസ്, ക്വിസ് കോമ്പറ്റീഷൻസ്, അല്ലെങ്കിൽ സ്പോർട്സ്, ആർട്സ് അതുപോലുള്ള കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്ത് വിജയത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ സൗഹൃദങ്ങൾ, ചുറ്റിനുള്ള നല്ല നല്ല സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം. അതേപോലെ സ്റ്റാർ കാർഡ് ആൻഡ് 5 of Wands എനർജിയാണ്. ദൈവാനുഗ്രഹം വേണ്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്ത് നമ്മൾ പറയില്ലേ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത്, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് നിങ്ങൾ ഇട്ടാൽ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് ദൈവം ഇടുന്നുണ്ട് എന്നുള്ളത്. അതായത് നിങ്ങൾ മുന്നോട്ടേക്ക് ധൈര്യമായിട്ട് പോവുക, നിങ്ങൾ അതിന് പ്രയത്നിച്ചാൽ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളോടുകൂടെ ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം ചില സിറ്റുവേഷനിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചില അപകടത്തിൽ നിന്ന്, അതായത് നിങ്ങൾ ചില അപകടത്തിൽ പെട്ടേക്കാവുന്ന സാഹചര്യത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ട്. അത് വളരെ പ്രത്യക്ഷത്തിൽ കാണാനാകുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരിത്തിരി നീങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ അപകടത്തിലേക്ക് പോകാം. അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ മേൽ കൊള്ളേണ്ടത് പുരുകത്ത് കൊള്ളുന്നു, അല്ലെങ്കിൽ കണ്ണിൽ കൊള്ളേണ്ടത് പുരുകത്ത് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ മേൽ കൊള്ളാതെ പോകുന്നു, നിങ്ങളുടെ സൈഡിലൂടെ പോകുന്നു എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം. അതായത് ദൈവത്തിൻ്റെ ആ ഒരു നമ്മൾ പറയില്ലേ ദൈവാനുഗ്രഹം പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ 5 of Wands ആൻഡ് കിങ് ഓഫ് Wands എനർജിയാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പല സപ്പോർട്ട്, ഉയർന്ന പൊസിഷനിൽ അതോറിറ്റി, അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരിൽ നിന്ന് നല്ലൊരു സഹകരണ മനോഭാവമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്നുണ്ട്. പലപ്പോഴും എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് സർക്കാർ കാര്യങ്ങളൊക്കെ നടത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി നിങ്ങൾ പൊതുവെ അലയേണ്ടിയിരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഈ ഒരു മാസം എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ അധികം അലഞ്ഞു നടക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനൊന്നും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നില്ല. കാര്യങ്ങളൊക്കെ നിങ്ങളുടെ രീതിക്കും അനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് നീങ്ങുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നീങ്ങുന്ന ഒരു സിറ്റുവേഷനാണ്. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ച് ഇവിടെ ഒരു വിവാഹ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അത് അതായത് നിങ്ങളുടെ വിവാഹമല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുഹൃത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ അത്രയും അടുപ്പമുള്ള ഒരു വ്യക്തി, അതായത് സഹോദര തുല്യരായിട്ട് കാണുന്ന വ്യക്തികൾ, സുഹൃത്തുക്കൾ, ഈ ഒരു കസിൻസ് ആയിരിക്കാം നിങ്ങളുടെ. അങ്ങനെ ആരുടെയെങ്കിലും ഒക്കെ ഒരു വിവാഹം നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളായിട്ട് അത്രയും അടുപ്പമുള്ളൊരു വ്യക്തി, അങ്ങനെ ഒരാളുടെ വിവാഹം കാര്യങ്ങളൊക്കെ ഈ ഒരു മാസത്തിൽ ഉണ്ടാകുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. യാത്രകൾ സൂചിപ്പിക്കുന്ന ഒരു സമയമാണ്, ദൂരയാത്രകൾ എന്ന് പറയുമ്പോൾ നാട്ടിൽ തന്നെയുള്ള ഏതെങ്കിലും മറ്റൊരു സ്ഥലത്തേക്കുള്ള ഒരു യാത്ര, ഇന്ത്യക്കകത്ത് തന്നെയുള്ളൊരു സ്ഥലത്തായിരിക്കാം ഇന്ത്യയിലുള്ള ആളുകളാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ, ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യത്തിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്തേക്കുള്ളൊരു
ദീർഘദൂരമുള്ള ഒരു യാത്ര എന്നുള്ളൊരു സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ യാത്രകൾ ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പ്രത്യേകതയുള്ള ഒരു ജന്മദിനമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സമയം എന്നുള്ളത് കാണുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.